ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ തന്നെ പിടിച്ച കരിമീൻ വാഴര ഇലയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. സാധാരണ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം മീനൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. മീൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ശരിക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. വരവ് അതിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് വരവ് ശരിക്കും പിടിക്കാനും നന്നായിട്ട് കയറും. നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം രണ്ട് ഭാഗവും നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടുന്നൊരു മസാലയും കൂടി നമുക്ക് തയ്യാറാക്കാം. മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അരച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കരിമീനിൽ പുരട്ടി കൊടുക്കുക. നമ്മളെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോ കരിമീനിലും മസാല നമുക്ക് തേച്ച് കൊടുക്കാം. കരിമീനിൽ നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാം നമുക്ക്. മീൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വാഴര ഇലയിൽ പൊള്ളിക്കാൻ വേണ്ടി ഒരു മസാലയും കൂടി തയ്യാറാക്കണം. സാധാരണ വീട്ടിലുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള കുറച്ച് കരിയാമ്പൽ, ഇത്രയും സാധനങ്ങളെ വേണ്ടൂ. നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, ഇത്രയും സാധനങ്ങൾ കൂടി മതിയാവും. ഇനി മസാല തയ്യാറാക്കാൻ മീൻ വറുത്ത പാത്രത്തിന് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു സ്പൂൺ മതി, കുറച്ച് കുരുമുളക് പൊടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല നമ്മളെ കരിമീനിലൊന്ന് പൊതിയാം. ഇനി ഈ മസാല വാട്ടിയ വാഴയിലയിൽ കുറേശ്ശെയായി ഇടും. അതിനുശേഷം ആ മസാലയുടെ മുകളിലായി ഓരോ കരിമീനെയും എടുത്ത് വെക്കുക.
ഇനി ബാക്കി വരുന്ന മസാല എടുത്തു വെച്ച ഇരുമീൻ്റെ മുകളിലായി കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാഴയില നന്നായി മടക്കി കെട്ടുക. കരിമീൻ വാഴയിലയിൽ പൊതിഞ്ഞാൽ ഒരു നൂല് കൊണ്ട് കെട്ടുന്നത് നല്ലതായിരിക്കും. ഇനി പൊതിഞ്ഞു വെച്ച എല്ലാ കരിമീനും നേരത്തെ തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെ എടുത്തു വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല മണമാണ് വരുന്നത്. ഇതിൽ മസാല മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കരിമീൻ പൊള്ളിച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം കൂടി അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.